ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമാണ്. കേരളത്തിലെ ഭരണം വെച്ചിട്ടുള്ള ഫണ്ട് വെച്ചിട്ടാണ് AKG സെൻറ്ററിലെ കറണ്ടിൻ്റെ പിന്നെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകാതെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. ബംഗാളിൽ നിന്നൊന്നും കിട്ടാനില്ല. വല്ല അങ്ങോട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുങ്ങൾക്ക് പിന്നെ കേന്ദ്ര കമ്മിറ്റി കൂടണമെങ്കിലും PB കൂടണമെങ്കിലും ഉള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണം. അവിടെ സംസ്ഥാന ഘടകത്തിന് പിരിച്ചിട്ട് കിട്ടാനില്ല. പിണറായി വിജയൻ പിക്ചറിൽ നിന്ന് ഔട്ടാവുന്നതോട് കൂടിയിട്ട് ഉണ്ടാകാൻ പോകുന്നത്, ഇതുവരെ പിണറായി വിജയൻ്റെ കമാൻഡിങ് പവറിലാണ് ഇതെല്ലാം നിന്നിരുന്നത്. പിന്നെ നിങ്ങൾ നഗ്നനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത്. അവർ പറയാണ് രാജാവ് നഗ്നനാണ് എന്ന് പറയുമ്പോൾ അതോടുകൂടി പുള്ളി തകരും മാനസികമായിട്ട്. അവരുടെ ഒരു മിഷൻ 2031 എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അല്ലെങ്കിൽ അത്ര വലിയ സംഭവങ്ങൾ നാഷണൽ പൊളിറ്റിക്സ് ഉണ്ടാവണം. അടുത്തൊരു 10 വർഷം കേരളത്തിൽ മര്യാദയ്ക്ക് ഭരിച്ചാൽ CPM എല്ലാം അങ്ങ് അലിഞ്ഞില്ലാതാവുകയും ആ സ്പേസിലേക്ക് BJP കയറി വരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമസ്കാരം രാജഭായ്, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റം ഇപ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. 3 സീറ്റുകൾ. നമ്മളിത് കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ബംഗാളിൽ വെറും 2 സീറ്റുകൾ മാത്രമാണ് BJPക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അത് 50 എന്ന മാജിക്കൽ ഫിഗർ, 50-ന് മുകളിലുള്ള 76 എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് BJPക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്നാൽ 2026 ആകുമ്പോഴത്തേക്ക് ഭരണം തന്നെ BJPയുടെ കൈകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതാ ഇപ്പോൾ കേരളത്തിൽ വിരിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ 3 താമരകൾ കേരളത്തിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ വിരിഞ്ഞിരിക്കുന്നു. അത് ചാത്തന്നൂർ, കഴക്കൂട്ടം, നേമം തുടങ്ങിയ സ്ഥലങ്ങളിൽ. BJPയുടെ മുൻപോട്ടുള്ള ഒരു പ്രയാണം എങ്ങനെയായിരിക്കും? സീറ്റ് നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് വലിയ പ്രയാണമൊന്നും ഇവിടെ ഉണ്ടെന്ന് പറയാൻ വയ്യ. ബംഗാളിലേതുമായിട്ട് പിന്നെ നമുക്ക് സമീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രത്തിലേതുമായിട്ട് കേന്ദ്രത്തിലേതുമായിട്ട് സമീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് 2 സീറ്റ് നടത്തുന്നതാണ് അവർ. പിന്നെ മറ്റേ കോൺഗ്രസ് ഇതര സർക്കാർ വരുന്ന സമയത്തൊക്കെ അവർ 89 എത്തിക്കുന്നു. പിന്നീട് പതിയെ കേരളത്തിൽ ഇന്ത്യയിൽ വലിയ ശക്തിയായിട്ട് മാറുന്നു. ഇപ്പോൾ അവർക്ക് ആരോടും ചോദിക്കാതെ ഭരിക്കാൻ പറ്റുന്ന അവസരയ്ക്ക് എത്തുന്നു. ബംഗാളിലാണ് അവർക്ക് കേരളം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പറയുമ്പോൾ നരേന്ദ്രമോദി ഒന്ന് തൃശ്ശൂർ വന്നു, ഒന്ന് പാലക്കാട് വന്നു, ഒന്ന് പിന്നെ അടൂരോ പിന്നെ പത്തനംതിട്ടയ്ക്കൊന്ന് വന്നു എന്നുള്ളതല്ലാതെ, അനൂപ് ആന്റണി എൻ്റെ റൈറ്റ് ഹാൻഡ് എൻ്റെ വലം കൈയാണ് നിങ്ങൾക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം കൂടെ ചെന്ന് ഇവരെ നാഷണൽ കോർ കമ്മിറ്റി കൂടിയപ്പോൾ കേരളമാ കിतना സീറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ 140 സീറ്റ് എന്ന് വന്നു. मैं उसका असेंबली का पूछा नहीं है, पार्लियामेंट में कितना सीट है എന്ന് ചോദിച്ചു. ദേഷ്യം വന്നിങ്ങനെ കമ്മിറ്റിന്. അപ്പോൾ പറഞ്ഞു 20 सीट छोड़ दो ना, हमको बंगाल का बारे से बात करेगा എന്ന് പറഞ്ഞു. പിന്നെ ആസാമിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ബോർഡർ ഇഷ്യൂ ഉള്ള സ്ഥലമായതുകൊണ്ട് ബംഗാളിലും ബോർഡർ ഇഷ്യൂ ഉണ്ട്. കേരളത്തിൽ ഇപ്പം എന്തായാലും ശ്രീലങ്ക കിടക്കുന്ന കുറേ ദൂരം, തൊട്ടടുത്ത് പിന്നെ ഭൂമിയുമായി ചേർന്ന് കിടക്കുന്നൊന്നുമില്ല, കടൽ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അതുകൊണ്ട് അവർക്ക് അത് വലിയ നിർണായകമായിട്ടുള്ള ഘടകമല്ല. തമിഴ്നാട്ടിൽ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഇൻട്രസ്റ്റൊക്കെ അവർ ചിലപ്പോൾ നടപ്പിലാക്കും. ഇപ്പം DMK പിളർത്താനോ ADMK പിളർത്താനോ TVR പിളർത്താനോ ഒക്കെ അവരവിടെ ഇരുന്നൊരു ഓപ്പറേഷൻ ലോട്ടസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ. അത് മഹാരാഷ്ട്രയിലും ബാക്കിയുള്ളിടത്തൊക്കെ കാണിച്ചതാണ്. 1ാം കക്ഷിയായിരുന്ന നിതീഷ് കുമാറിനെ 2ാം കക്ഷിയാക്കി. എന്നിട്ട് നിതീഷ് കുമാറിനെ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പം പിന്നെ അവിടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി അവർ വന്നു. അപ്പോൾ ഈ പരിപാടി നവീൻ പട്നായിക്കിൻ്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു അവർ. അവസാനം നവീൻ പട്നായിക്കിനെ വിഴുങ്ങി. പിന്നെ നവീൻ പട്നായിക്കിനെതിരായി നവീൻ പട്നായിക്കിനെ ഇപ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചേക്കുക. വനവാസത്തിന് സതീശൻ പോകാൻ റെഡി ആയിരുന്നെങ്കിൽ അതിനു മുമ്പേ പുള്ളി കാശിക്ക് എങ്ങോട്ടോ പോയിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും പിന്നെ പുള്ളി വെസ്റ്റേൺ കൾച്ചറിലുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടെല്ലാം തിരിച്ചു പോയെന്ന് അറിയത്തില്ല. നവീൻ പട്നായിക്കും ബിജു പട്നായിക്കും മരിച്ചപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭി കേരള കാ ബാത് ചോടോ എന്നുള്ള, പിന്നെ സബ് ലോഗ് ബംഗാൾ മേ ഫോക്കസ് കരോ എന്നുള്ള നിലപാടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അവർ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. ബംഗാൾ എന്ന് പറഞ്ഞാൽ 1-2 സീറ്റല്ല ലോക്സഭയിലോട്ടുള്ളത്, ഞങ്ങളുടെ കാര്യമുണ്ട്. അപ്പോൾ ഈ ഓണത്തിനിടയിൽ പൊട്ടിച്ചോളം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവർ ഈ മലയാളികളെ ഇല്ലെന്ന് ചെല്ലുന്നവരെല്ലാം ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് केंद्र से फंड नहीं मिलेगा, कितना मिलेगा सब टाइम में फंड के बारे से कितना करोड़ मिलेगा वही पूछता है. അപ്പോൾ എത്ര പൈസ കിട്ടും എന്നുള്ളത് മാത്രമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി കാണിക്കുന്നുമില്ല. അവർ വരുമ്പോൾ റാലി നടത്തുന്നുണ്ടൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ അവർ നോക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ പിടിച്ചു, അതും പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷേ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് ജയിച്ചെടുത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർക്കും അറിയാലോ ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറയുമ്പോൾ ടോട്ടൽ കേരളത്തിൽ എത്ര
മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര ഗ്രാമപഞ്ചായത്തുണ്ട്, എത്ര കോർപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ എത്ര പേഴ്സൻ്റെയാണ് പിടിച്ചത്? അതും കൂടെ ഉണ്ട്. അവിടെയും ഒരു വിഷയം നിൽക്കുന്നുണ്ട്. അവർ വോട്ട് ഷെയറിനകത്ത് വരുന്ന വർദ്ധനവിനനുസരിച്ച് എന്തുകൊണ്ട് സീറ്റായിട്ട് മാറുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വലിയ കാര്യം ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ വളർച്ചയായിട്ട് കാണണ്ട. സിബി പിന്നെ വളർച്ച എന്ന് പറയുന്നത് 2016 തെരഞ്ഞെടുപ്പിൽ നിയമത്തെ അവർ ജയിച്ചതാ. ആ നിയമം പിന്നെ 5 വർഷം കഴിഞ്ഞപ്പോൾ കളഞ്ഞു, അത് വീണ്ടും ഇപ്പോൾ തിരിച്ചു പിടിച്ചു, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 2 സീറ്റ് എക്സ്ട്രാ പിടിച്ചു. പാലക്കാട് ഒരു പിടിക്കുമെന്നുള്ള കപ്പലും ചുണ്ടിനിടയിൽ അവർക്ക് പല പ്രാവശ്യം നഷ്ടപ്പെട്ടതാ. മഞ്ചേശ്വരം അവർക്ക് കപ്പലും ചുണ്ടിനിടയിൽ പല പ്രാവശ്യം നഷ്ടപ്പെട്ടതാ. ഇപ്പോൾ അവിടുത്തെ വ്യത്യാസം എത്ര? 25,000 മൂടിപ്പോയി. അത്ര ഭയങ്കര ഡിഫറൻസ് ഇല്ല. 78 വോട്ടിന് പ്രാവശ്യം. പിന്നെ അവിടെ ഈ 3 സീറ്റുകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അതായത് ചാത്തന്നൂരും കഴക്കൂട്ടവും അതോടൊപ്പം തന്നെ നിയമവും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥികളെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം വോട്ടുകളിൽ വന്നിട്ടുള്ള ഒരു കൺസോളിഡേഷൻ, ഒരു സ്പ്ലിറ്റ് ഉണ്ട് ഈ 3 മണ്ഡലങ്ങളിൽ. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ട് കാലങ്ങളായിട്ട് LDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് അനുകൂലമായിട്ട് UDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് കാലങ്ങളായിട്ട് LDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകൾ ചിലത് BJPയിലോട്ട് അങ്ങ് പോവുകയും ചെയ്തു. വലിയ പണിയെടുക്കാതെ അവർക്ക് ഈ ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വെള്ളിത്താളത്തിൽ സമർപ്പിച്ച സീറ്റുകളാണിത്. ചാത്തന്നൂർ കഴിഞ്ഞ തവണ തന്നെ അവർ 3-ാം സ്ഥാനത്ത് എത്തിയതാ. ഇത്തവണ അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടായത് സൂരജ് രവി നിന്നതുകൊണ്ടാണ്. പക്ഷെ പുള്ളിയെപ്പോലെ ആളെ അവിടെ എല്ലാവരും നിർത്തേണ്ടിയിരുന്നു എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു പിന്നെ സർക്കാർ വരുമ്പോൾ എന്തായാലും പരിഗണിക്കുമായിരിക്കും ഏതെങ്കിലും സ്ഥാനത്തേട്ടൊക്കെ, കാരണം തോപ്പിൻ്റെ വിളമകൻ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഇങ്ങനൊരു സംഭവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം, ഇവരുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ അനൂപ് ആന്റണി അത്യാവശ്യം പ്രൂവ് ചെയ്തു. അനൂപ് ആന്റണി ശക്തമായ മത്സരം രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അനൂപ് ആന്റണി തിരുവല്ലയിലെ. ഷോൺ ഡോസ് എന്താ 3-ാം സ്ഥാനത്താണ്. ഷോണ് പിടിക്കുമെന്ന് പറഞ്ഞാൽ പോയത്. PC ജോർജ് 3-ാം സ്ഥാനത്തേക്ക് പോയി. PC ജോർജ് സ്വതന്ത്രനായിട്ടവിടെ വന്നിട്ട് പണ്ട് മത്സരിച്ച് വിജയിച്ചതാണ് 2016. അപ്പോൾ ആ ഒരു രീതി, ആ 2 ഫാക്ടറും അത് രണ്ടും മൂതി വീർപ്പിച്ച ബലൂണാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയത് അവർ മാത്രമാണ്. BJPക്കാരും കരുതി ഇവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹങ്ങൾ ആകെ കൂടെ പോകുന്നു. അയലൊക്കെ തൂവും PC ജോർജിൻ്റെ. പക്ഷെ 35,000 വോട്ട് പിടിച്ചിട്ടുണ്ട് ഷോണപാലയിൽ. എൻ്റെ സിബി 35,000 വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്ന 35,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് മറ്റൊരു പിടിച്ചുകൊണ്ടാണല്ലോ അവർ 1-2 സ്ഥാനത്തെത്തിയേ. ഇപ്പോൾ പിടിച്ച വോട്ടിൻ്റെ എണ്ണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 35,000 1 അല്ലെങ്കിൽ 31,200 പിടിച്ചുകൊണ്ടാണല്ലോ മറ്റൊരു 2 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് എത്തുന്നത്. ഇവരുടെ പ്രസക്തി ഒരു വേണ്ടത്ര അവിടെ ആയില്ലല്ലോ. അവർ 2-ാം സ്ഥാനത്ത് എത്തിയ വേറെ എത്ര മണ്ഡലങ്ങളുണ്ട്? ചാത്തന്നൂർ കഴിഞ്ഞ തവണ ഒരു 2-ാം സ്ഥാനത്തെത്തി. കാലങ്ങളായിട്ട് പാലക്കാടും മലമ്പുഴയിലും ഒരു 2-ാം സ്ഥാനത്തെത്തുന്നു. പിന്നെ മഞ്ചേശ്വരത്തും കാസർഗോഡും പതിറ്റാണ്ടുകളായിട്ട് 2-ാം സ്ഥാനത്തെത്തുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് അവർ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. നേമത്ത് അവരെ കഴിഞ്ഞ തവണ B മുരളീധരനെ നിർത്തിച്ചിട്ടാണ് പിന്നെ അക്കൗണ്ട് പൂട്ടിച്ചത്. ഇത്തവണ അക്കൗണ്ട് പൂട്ടിക്കാൻ തന്നെയാണ് ശബരിയെ തന്നെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടോ. മുരളീധരൻ പറഞ്ഞു ഞാൻ ഇനി വഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം പോയതിൻ്റെ ഫലമില്ല അനുഭവിച്ചു മുരളി. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ശിവൻകുട്ടിയാണെന്ന് തന്നെ നിന്നിട്ട്, ശിവൻകുട്ടിയാണെന്നല്ല വേറെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാലോ നല്ല മെജോറിറ്റിക്ക് അവർ ജയിക്കും. എന്നാൽ കേരളത്തിന് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP പോലും ഇല്ലാതിരുന്ന കാലത്തും അവർ O രാജഗോപാലിനെ കേന്ദ്രമന്ത്രിയാക്കി. ആകെ തിരഞ്ഞെടുക്കപ്പെട്ട 2 MPമാരെ മന്ത്രിമാരാക്കിയിട്ടുള്ളൂ. അത് സുരേഷ് ഗോപിയും PC തോമസിനെയും. അല്ലാതെ O രാജഗോപാൽ, അൽഫോൺസ് കണ്ണന്താനം, B മുരളീധരൻ ഒക്കെ വന്നത് എവിടെ നിന്നാണ്? നൂലെ കെട്ടി വേറെ സ്റ്റേറ്റിൽ നിന്ന് പിന്നെ രാജ്യസഭയിൽ എത്തിച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിന് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തെ വേണ്ട എന്നുള്ള സമീപനം അവർ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ചും പാർലമെൻറ്റിലെ അംഗസംഖ്യയൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത് വലിയൊരു വിഷയമായിട്ട് മാറുന്നറിയാം. പിന്നെ ഇടതുമുന്നണിയും പിന്നെ കോൺഗ്രസും തമ്മിൽ ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഒരു ഐക്യം സാധ്യമാവത്തില്ല എന്നുള്ളത് അവർക്കറിയാം. ദില്ലിയിലിരുന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചായ കുടിച്ച് പിരിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വന്ന് നേരെ അടുത്ത ഫ്ലൈറ്റിന് ഇവിടെ വരിക, ഇവിടെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കല പരിപാടി എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറഞ്ഞ MPമാരുള്ള സ്റ്റേറ്റുകളല്ല, അവർക്ക് രാജ്യത്തിൻ്റെ ഭരണം സുരക്ഷിതമായിട്ട് നടത്തുകയും വലിയ സ്റ്റേറ്റുകൾ കൈ പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിന് പിടിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കി പ്രത്യാഘാതം എന്ന് പറയുന്നത് TMCക്ക് അകത്ത് അവശേഷിക്കുന്ന MPമാർക്കിടയിൽ നിന്ന് സ്പ്ലിറ്റ് ഉണ്ടാക്കും. എല്ലാവരും ഒന്നും അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരല്ല. മമതാ ബാനർജി അവിടെ പിന്നെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് ആ സമരം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും ഒക്കെ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് വലിയ പ്രക്ഷോഭം നടക്കുമ്പം മമതാ ബാനർജിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, ഭാരവാഹികൾ അങ്ങനെ അടികൊണ്ടവർ അങ്ങനെ നിന്ന് CPMകാരെ തല്ലും കൊള്ളണം, പോലീസിനെ തല്ലും കൊള്ളണം, അങ്ങനെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നവരെ പലരെയും മറികടന്നിട്ടാണ്
മമതാ ബാനർജി ആനന്ദരവനെ അവരെ തലയ്ക്ക് മുകളിൽ കൂടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചത്. അങ്ങനെ കെട്ടിവെക്കുമ്പോൾ അതിനകത്തുള്ള അതൃപ്തിയുള്ള ആൾക്കാരുണ്ട്. ആ അതൃപ്തിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സുവേന്ദു അധികാരി പോയതുപോലെ തന്നെ ഓക്കെ ഇനി അധികാരം കൂടെ അപ്പുറത്തോട്ട് എത്തുക എന്ന് കാണുമ്പോൾ സുവേന്ദു അധികാരിക്ക് ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം നെക്സ്റ്റ് മമത എന്നുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ പൾസും അറിയാവുന്ന, കൂടെ കിടന്ന് രാപ്പിനെ അറിയുന്ന, അണ്ടിയോടെ അടുത്ത് മാങ്ങയുടെ പുളി അറിയുന്ന ഒരാളാണ് സുവേന്ദു അധികാരി. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും പൾസ് ഒരുപക്ഷെ അവരുമായിട്ടൊക്കെ ഗ്രീൻ ചാനൽ കാണും, ഹോട്ട്ലൈൻ കാണും. അപ്പം ഉചിതമായ സമയത്ത് വലിച്ചാൽ വലിയുന്ന ആളുകൾ അപ്പുറത്തുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നാളെ ഒരിക്കൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാത്ത രീതിയിൽ മമതാ ബാനർജിയുടെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സംഭവിക്കും. നമ്മൾ ഏകനാഥ് ഷിൻഡെയുടെ കാര്യത്തിലും അജിത് പവാറിന്റെ കാര്യത്തിലും ഒക്കെ കണ്ടതാ. ശരത് പവാർ പൊളിറ്റിക്സ് കഴിഞ്ഞു. ഇനിയിപ്പോ ബിജെപിക്ക് ബദലായിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ ഉയർത്തെഴുന്നേറ്റ് വരണം. അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ സോറി മഹാരാഷ്ട്രയിലെ ഞാൻ വെസ്റ്റ് ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസിനേക്കാൾ അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധ്യതയുള്ളത് CPM അല്ലേ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമാണ്. കേരളത്തിലെ ഭരണം വെച്ചിട്ടുള്ള ഫണ്ട് വെച്ചിട്ടാണ് AKG സെൻറ്ററിലെ കറണ്ട് പിന്നെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകാതെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. ബംഗാളിൽ നിന്നൊന്നും കിട്ടാനില്ല. വല്ല അങ്ങോട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുങ്ങൾക്ക് പിന്നെ കേന്ദ്ര കമ്മിറ്റി കൂടണമെങ്കിലും PB കൂടണമെങ്കിലും ഉള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണം. അവിടെ സംസ്ഥാന ഘടകത്തിന് പിരിച്ചിട്ട് കിട്ടാനില്ല. പിന്നെ അതേപോലെ തന്നെ ത്രിപുരയിൽ നിന്ന് എന്താ കിട്ടാനുള്ളത്? അടി കിട്ടുന്നുണ്ട് കുറേ, അല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. അവിടെ നിന്നും പൈസയൊന്നും കിട്ടാത്തില്ല. അതിനിടയിൽ കൂടെ പൈസയും കൂടെ ലെവി ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചോദിച്ചു തരുന്നതിട്ട് അടി കിട്ടും. അപ്പോൾ ഈ രീതിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ സംഘടനാ മെഷീനറി പെട്ടെന്ന് ദുർബലമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ശക്തപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കും. ആ ശ്രമങ്ങൾക്ക് ആര് നേതൃത്വം കൊടുക്കും എന്നുള്ളിടത്ത് മൂപ്പടമ തർക്കം തുടരും. പിണറായി വിജയൻ പിക്ചറിൽ നിന്ന് ഔട്ടാവുന്നതോട് കൂടിയിട്ട് ഉണ്ടാകാൻ പോകുന്നത്, ഇതുവരെ പിണറായി വിജയൻ്റെ കമാൻഡിങ് പവറിലാണ് ഇതെല്ലാം നിന്നിരുന്നത്. പിന്നെ നിങ്ങൾ നഗ്നനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത്. അവർ പറയാണ് രാജാവ് നഗ്നനാണ് എന്ന് പറയുമ്പോൾ അതോടുകൂടി പുള്ളി തകരും മാനസികമായിട്ട്. മാനസിക തകർച്ച ശാരീരികമായി ബാധിക്കും. ആ ശാരീരിക തകർച്ച കൂടെ വരുമ്പോൾ പുള്ളി സൈലൻ്റ് ആവുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇപ്പം ഗുരുദാസനെ പോലെ അല്ലെങ്കിൽ പാലോളിയെ പോലെയൊക്കെ രംഗത്തുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞ കോമ സ്റ്റേജിൽ പോകുന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ മാനസികമായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെടും. കടക്ക് പുറത്തൊന്നും പറയാൻ ഉള്ള ഒരു ഇതും ഉണ്ടാവില്ല. ആര് വന്നാലും മോനെ കയറിയിരിക്കുക ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് ഇടുന്നൊരവസ്ഥയിലേക്ക് പിണറായി വിജയന് മാറുകയല്ലാതെ വേറെ മാർക്കും ഇല്ല. അങ്ങനെ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പിന്നെ CP പറയുന്ന 10 വർഷം കഴിയുമ്പം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ 3 എന്നുള്ളത് 30 ആക്കത്തില്ല എന്നാ. 2021 35 ഉണ്ടാക്കിയ ഒരാളുണ്ട്, K. സുരേന്ദ്രൻ. 35 MLA-മാരും ഭരണമൊക്കെ റെഡിയാക്കി വെച്ചതാ. അപ്പം അവിടെ നിന്ന് ഇപ്പോഴും 3-ലെത്തി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ BJPക്ക് വലിയൊരു പിന്നെ മുന്നോട്ട് പോക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില മണ്ഡലങ്ങളിൽ ചില ചെറുപ്പക്കാരുടെ സാന്നിധ്യങ്ങൾ, ചില ആളുകളുടെ കഴിവുകൾ, അതായത് പുതിയൊരു തലമുറയെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുക. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടിയിരുന്ന രാജീവ് തന്നെ നേരിട്ട് മത്സരിച്ച് വെറും ഒരു MLA ആയിട്ട് നിയമസഭയിൽ പോകാൻ പാടില്ലായിരുന്നു. നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രസംഗം പറയുന്നത് പകുതി മനസ്സിലാവത്തില്ല ആളുകൾക്ക് മലയാളികൾക്ക് തന്നെ കേൾക്കുകയാണെങ്കിലേ കാര്യമുള്ളൂ. ആ പുള്ളിയുടെ നിയമസഭാ പെർഫോമൻസ് എന്തായിരിക്കും? ചാത്തന്നൂരിൽ നിന്ന് വരുന്ന കക്ഷി എത്രത്തോളം ഏബിളാണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് പുള്ളിയായിട്ട് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട്. മുരളീധരൻ നന്നായിട്ട് കാര്യങ്ങൾ പറയും. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് പാർലമെൻ്ററി പ്രൊസീഡിങ്സ് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന 2 പേരാണ്. 12 വർഷം രാജ്യസഭയിലിരുന്ന രാജീവ് ചന്ദ്രശേഖറും 6 വർഷം ഇരുന്ന മുരളീധരനും. 2 പേരും കേന്ദ്രമന്ത്രിമാരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കകത്തും ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തും പിന്നെ ഒക്കെ അവർക്ക് ലോ പോയിന്റുകൾ വെച്ചിട്ടും ബാക്കിയുള്ള ബില്ലുകൾക്കകത്തും ആളുകൾക്കകത്തും ഒക്കെ ഇടപെടാൻ കിട്ടുന്ന സമയം 140/3 ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ അതിനകത്ത് 140/3 അല്ല, 15 മിനിറ്റ് കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ നാഷണൽ പാർട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ കൂടെ കിട്ടുമല്ലോ. നാഷണൽ പാർട്ടി എന്നുള്ള കൺസിഡറേഷൻ ഒക്കെ കിട്ടും. അത് കിട്ടുന്നതിനകത്താണെങ്കിൽ പിന്നെ സഭയിലെ അംഗസംഖ്യ വലിയ ഘടകമാണ്. പക്ഷേ എന്നാലും പറയാൻ കിട്ടുന്ന സമയത്ത് പറഞ്ഞ് അവതരിപ്പിക്കാൻ കെൽപ്പുണ്ടെന്നിപ്പം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ മുരളീധരൻ മാത്രമേ ഉള്ളൂ.
അങ്ങനെയുണ്ട്. അല്ല, അതുകൂടാണ് ബി ജെ പിക്ക് കിട്ടുന്ന വേറെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ, പിന്നെ ഈ സിവിൽ സപ്ലൈസിൻ്റെ കമ്മിറ്റികൾ, വില്ലേജ് കമ്മിറ്റികൾ, പിന്നെ താലൂക്ക് കമ്മിറ്റികൾ, ഇങ്ങനെയൊക്കെയുള്ള കമ്മിറ്റികളുണ്ട്. അത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുള്ള പാർട്ടികൾക്ക് മാത്രം ലഭ്യമാകുന്നതാണത്. അപ്പോൾ അങ്ങനെയുള്ള കമ്മിറ്റികളിൽ ഇനി BJP പ്രതിനിധികൾ മെഡിക്കൽ കോളേജ്, HDC, ജില്ലാ താലൂക്ക് ആശുപത്രി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ BJP-ക്കാര് വരുന്നൊരു കാഴ്ച കാണേണ്ടി വരും. അത് വിവിധ വകുപ്പുകളുടെ വിവിധ സമിതികൾക്കകത്തെല്ലാം അവരുടെ ആളുകൾ ഉൾപ്പെടും. കാരണം 3 പേരുണ്ട്. 3 പേരുണ്ടാകുമ്പം ചെറുതായി കാണേണ്ടതില്ല. കേരളത്തിൽ ഇന്നെടുത്ത് നോക്കുമ്പോൾ പാർട്ടികളുടെ വലിപ്പെടുത്ത് നോക്കുമ്പം CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പിന്നെ കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, RSP. ഈ ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞ RSPക്കൊപ്പമുള്ള ഒരു പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. പിന്നെ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന 2 പാർട്ടികളിലൊന്നാണ് BJP. അപ്പോൾ BJPക്ക് അർഹമായിട്ടുള്ള ഒരുപാട് പിന്നെ അവസരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാത്ത കാര്യങ്ങളിൽ കിട്ടും. അങ്ങനെ പലരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാമെന്നുള്ളതല്ല. എന്നാൽ തന്നെയും കേരളം അവരുടെ ഒരു മിഷൻ 2031 എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അല്ലെങ്കിൽ അത്ര വലിയ സംഭവങ്ങൾ നാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാവണം. അടുത്തൊരു 10 വർഷം കേരളത്തിൽ മര്യാദയ്ക്ക് ഭരിച്ചാൽ CPM എല്ലാം അങ്ങ് അലിഞ്ഞില്ലാതാവുകയും ആ സ്പേസിലേക്ക് BJP കയറി വരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ അതേസമയം ഇത്തവണ കൂടെ CPM അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും ആ സ്പേസ് BJPയിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസമായി. അപ്പോൾ കോൺഗ്രസ് അതേപടി നിലനിൽക്കും. പക്ഷേ CPMൻ്റെ ആളുകളും മെല്ലെ BJPയായിട്ട് അറ്റാച്ച് ആവുന്ന അവസ്ഥ വരും. അങ്ങനെ ഒരാൾക്കൂട്ടം അങ്ങോട്ട് മെല്ലെ ചെന്ന് കഴിഞ്ഞാൽ 2023 ഒരു സെമി ഫൈനൽ നടത്തുകയും ഫൈനൽ മത്സരം 2036 10 വർഷങ്ങൾക്കപ്പുറം നടത്തിയിട്ട് കേരളം പിടിക്കുക എന്നുള്ള മിഷൻ മാത്രമേ അവരുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.